ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാറത്തടിച്ചു കരഞ്ഞ നെഹമ്യാവിന്റെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ വചനമായ വെളിപ്പാടിന്റെ ദൂതുകൾ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കൊണ്ടുതരുവാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ എന്തോ പറയട്ടെ, മനുഷ്യൻ നിന്നെ നോക്കി എന്തോ പറയട്ടെ, ഇന്ന് രാത്രി ദൈവം നിന്നെ ഏൽപ്പിച്ചത് ചെയ്യാൻ നീയും ഞാനും താല്പര്യപ്പെടുമ്പോൾ അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നെഹമ്യാവിന് കരയാൻ ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, അവൻ കേട്ട ശബ്ദം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം. ആമേൻ, അതിന് അവർ എന്നോട്, ആമേൻ സ്തോത്രം, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും ആമേ കിടക്കുന്നത് അവൻ കണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ ആ ശബ്ദം കേട്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ മഹാകഷ്ടത്തിലും ആമേ വേദനയിലും പീഡയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് കരയുന്ന നെഹമ്യാവിനെ നോക്കി സ്വർഗത്തിലെ ദൈവത്തിന് രാത്രി അരുളപ്പാട് അറിയിക്കുവാനുണ്ട്. ഇതിനകത്ത് കരയുന്ന നെഹമ്യാക്കന്മാരിപ്പുണ്ടോ? ഇതിനകത്ത് കരയുന്ന എസ്തേർമാരിപ്പുണ്ടോ? ഇതിനകത്ത് കരയുന്ന ഹന്നമാരിപ്പുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും മുൻപേ 19ാമത്തെ ദിവസം ദൈവം പറയുന്നു, ആമേ, നമ്മുടെ പ്രായമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ കഴിവുകളോ, നമ്മുടെ വാക്ചാതുര്യമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് ആമേൻ സ്തോത്രം, ദൈവം പറയുന്നു, നിന്നെ മാനിക്കുന്നൊരു രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനിക്കുന്നൊരു രാത്രിയാ കേട്ടോ. ആരും മാനിച്ചില്ലെങ്കിലും നമ്മെ മാനിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആരും നമ്മെ മാനിച്ചില്ലെങ്കിലും നമ്മെ മാനിക്കുന്നൊരു സ്വർഗം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. മിനി എന്ന കർത്താവിന്റെ ദാസിയെ ആരും നമ്മെ മാനിച്ചില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിനി എന്ന കർത്താവിന്റെ അഭിഷേകത്തെ ഇന്ന് വൈകിയ വേളയിൽ കർത്താവ് പറയുക, ആമേ, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ഒരു വലിയ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു ആത്മഭാരം ഈ നാളുകളിൽ ജീവിതത്തിൽ മുഴങ്ങിക്കേൾക്കട്ടെ. ഹല്ലേലൂയ. ഇനിയും ആമേ കുടുംബതലങ്ങളിൽ നിന്ന് ചിലരൊക്കെ കർത്താവിന്റെ മുൻപിലേക്ക് വചനപ്രകാരം വരേണ്ടതായി ഉണ്ട്. ദൈവം അത് ഈ നാൾക്കളിൽ കൊണ്ടുവരും. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്തദാസി പ്രാർത്ഥിക്ക്. ശാരീരികമായ ചില വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ആ ശരീരത്തിലേക്ക് കർത്താവ് അയക്കുകയാ കേട്ടോ. ആമേ സ്തോത്രം. ഉച്ചം തല മുതൽ ആമേ ഉള്ളം കാൽ വരെ ഇന്ന് രാത്രി കർത്താവിന്റെ കരസ്പർശത്താൽ ദൈവം ആമേ തൊടുന്ന രാത്രി എന്ന് സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാ. എവിടെയോ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നീരിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി ശരീരത്തിൽ നിന്ന് ആമേ ഇൻജക്ട് ചെയ്ത് മാറ്റുന്നത് പോലെ ഈ രാത്രി ദൈവാത്മാവിന്റെ കരം ഇറങ്ങുന്ന രാത്രിയാ. നോയിക്കേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞത് എങ്ങനെയെന്നറിയാമോ? നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് വരുമ്പോൾ ബാബിലോൺ സാമ്രാജ്യം, ആമേ സ്തോത്രം, അവരുടെ സകല സന്നാഹവുമായി വന്ന് ആമേ യെരൂശലേം ദേവാലയത്തെ ഇടിച്ചു കളഞ്ഞു. അതിനകത്തിരുന്ന ആമേ സ്തോത്രം നല്ല മിടുക്കന്മാരായ മിടുക്കിമാരായ സുന്ദരികളായ ആമേൻ ആരോഗ്യവും ശക്തിയും യുദ്ധസമർത്ഥന്മാരുമായ ആമേ സ്തോത്രം യൗവനക്കാരെ 17നും 21 വയസ്സിനകത്തും പ്രായമുള്ള നല്ല യൗവന തലമുറകളെ അവിടെ നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് അടിമകളായി കൊണ്ടുപോയി. അതിൽ 4 ബാലന്മാരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ. തീർന്നില്ല കേട്ടോ. ആമേൻ. അതിനകത്തൊരു വലിയ ശേഷിപ്പുണ്ടായിരുന്നു, വലിയൊരു ജനത അതിനകത്ത് കുടിയും കിടപ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രി ചിലർ കുടിയും കിടക്കിയ പലയിടത്തും ആ കുടുക്കിനകത്തുനിന്ന് പുറത്തെടുക്കാൻ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ ചില കുടുക്കിനകത്ത് കിടക്കുന്ന, ചില ലഹരിക്ക് അടിമയായി കിടക്കുന്ന തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പദ്ധതി
ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ബ്രൗഷുവർ, മച്ചുവാരറ്റി, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിക്ക് അടിമയായി കിടക്കുന്ന ഒരു കൂട്ടം തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന കുടുക്കിനകത്ത് അകപ്പെട്ടു പോയതുപോലെയുള്ള അനുഭവങ്ങളിൽ കിടക്കുന്ന പെൺതലമുറകളെയും ആൺതലമുറകളെയും പുറത്തു കൊണ്ടുവരുന്ന കാലഘട്ടം അതിക്രമിച്ചു പോയിരിക്കുന്നു എന്ന് വേദപുസ്തകം ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട് ആലോചന? തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ചില ദൈവാലോചനകൾ ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ശമനപരഗതുനി അതുരകരഗതന വേദപരാജകൽക്കനാദി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 38-ാമത്തെ അധ്യായം നമ്മൾ വായിക്കേണ്ട അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിസ്കിയാ രാജാവ് സ്തോത്രം രാജാവായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തനിക്ക് രാജഭരണത്തിലേക്ക് വന്നപ്പോൾ തനിക്കൊരു നിഗളം വരുവാനിടയായി. എന്നാൽ നോക്കൂ, ആ ഹിസ്കിയാ രാജാവിന്റെ ശരീരത്തിൽ ഒരു പരു കൊടുക്കുവാനിടയായി ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, എന്റെ നിന്റെ ശരീരത്തില് ഒരു ഞൊണൽ വരണമെങ്കിൽ അത് അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, അത് പാപം കൊണ്ട് വരുന്നതല്ല. സ്തോത്രം. പലരും പറയാറുണ്ട് രോഗം വരുന്നത് പാപം കൊണ്ടാണ്. നല്ലല്ല. സ്തോത്രം. പാപം കൊണ്ടുവരുന്നതല്ല രോഗം. അങ്ങനെ ആരും പ്രൈസ് പറഞ്ഞ് വിധി എഴുതരുത്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, യെഹെസ്കേലിന്റെ ശരീരത്തിനകത്ത് ഒരു പരു പുറത്തേക്ക് വരുവാനിടയായി. ഹല്ലേലൂയ. അവൻ എന്ത് എന്നറിയാമോ? അവൻ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കാതെ കരയാതെ അവൻ മാറിയിരുന്നപ്പോൾ ആ ഹിസ്കിയാവിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ താൻ പാർക്കുന്ന ഭവനത്തിന്റെ നടുമുറ്റത്ത് ഒരു പ്രവാചകൻ കയറി വന്നു. അവന്റെ പേരാണ് യെശയ്യാ പ്രവാചകൻ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആ പ്രവാചകൻ തന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഹിസ്കിയാവേ, നിനക്കൊരു കാര്യം അറിയാമോ? നീ നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിയില്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഈ വാക്ക് പറഞ്ഞത് നിസാരക്കാരനല്ല. അവൻ ആരെന്നറിയാമോ? പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായിരിക്കുന്ന 2800 വർഷം മുൻപ് നമുക്കൊരു ശിശു ജനിക്കാൻ പോകുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേരുണ്ടാകുന്ന കർത്താവ് ജനത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ എന്ന് ഹിസ്കിയാവിന് മനസ്സിലായപ്പോൾ ഹിസ്കിയാവ് തന്റെ മുഖം ചെവിരോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കര മാറത്തടിക്കുവാനിടയായി. എന്നാൽ ദൂത് പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് നടുമുറ്റത്തിറങ്ങിയ യെശയ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, യെശയ്യാവേ, നീ പോയി തിരിച്ച് ഹിസ്കിയാവിനോട് പറ, ഹല്ലേലൂയ, നിന്റെ ആയുസ് ഞാൻ 15 സംവത്സരം നീട്ടിത്തന്നിരിക്കുന്നു. എന്റെ ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ നിന്റെ ആരോഗ്യത്തെ വീണ്ടും എടുക്കുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി കഴിയും. ആരോടൊക്കെയോ ദൈവാത്മാവ് ആലോചന പറയുന്നു. ഏതൊക്കെയോ സ്തോത്ര വ്യക്തിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. മരണത്തെ മുഖാമുഖമായി കണ്ടില്ലേ? അഭിഷക്തന്മാർ നിന്റെ ഭവനത്തിൽ കാൽനടയായി കയറി വന്നപ്പോൾ ആ മരണത്തെ നീക്കിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന, നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന, നിന്റെ പ്രാണനെ മൃത്യുവിന് വിട്ടുകൊടുക്കാതെ, നിന്റെ പ്രാണനെ രോഗത്തിന് വിട്ടുകൊടുക്കാതെ, സാത്താന്യ പദ്ധതിക്ക് വിട്ടുകൊടുക്കാതെ അവൻ നിന്നെ പതറുപോലെ പാറ്റുവാൻ പല പ്രാവശ്യം ദൈവത്തോട് അവൻ ചോദിച്ചപ്പോഴും അതിന്റെ നടുവിൽ സ്തോത്രം. ജോമോളെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ്, ജോമോളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു. നിങ്ങളുടെ ജീവിതത്തോട്, നിങ്ങളുടെ ഭാവിയോട്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരുന്ന സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പോലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചു നിന്ന് നിങ്ങൾ സ്തോത്രം പ്രൈസ് ദി ലോർഡ് കർത്തൃദാസിയെ നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ പഠിച്ചു കയറുവാൻ കഴിയാത്ത തലത്തിൽ കൂടെ നിങ്ങളെ കയറ്റിയിറക്കിയെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ശമനവരകതുനി വൈഡകരകതനാകര ശംഭവാരികൽഖന
ജൂഡപരന്തന വേദൽ പ്രവുഢപരക്ഷം വേദപരാജകൽഖനാദി എന്ന് രാത്രി പറയട്ടെ. ആമേൻ. ആത്മാവ് ശക്തമായി പറയുന്നു, ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുൻപിൽ ആമേൻ ചില മണിക്കൂറുകൾ മുഴങ്കാലിൽ നിന്ന് കരയുമെങ്കിൽ ഞാൻ ആമേൻ ഈ തലമുറയിൽ ഞാൻ ചില ശുശ്രൂഷകൾ പകർന്ന് ഞാൻ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ആലോചന ഇന്ന് രാത്രി കൈമാറുകയാണ്. ഈ തലമുറയിൽ ഞാൻ നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും മാറ്റി നിർത്തി പുച്ഛിക്കുമ്പോൾ, പലരും ഒതുക്കി സൈഡാക്കുമ്പോൾ ഞാൻ നിന്നെ കഴുകിയെടുത്ത് ആമേ കർത്താവിന്റെ ഉള്ളംകരത്തിൽ സെറ്റാക്കി അനേകർക്ക് ഞാൻ മാനപാത്രമാക്കി നിർത്തുന്ന സമയങ്ങൾ വിദൂരമല്ലെന്ന് അഭിഷക്തയെ ദൈവാത്മാവ് ഇന്ന് രാത്രി അതേ ദൂത് കൈമാറുന്നു. എങ്ങനെയെന്നറിയാമോ? ഇസ്രായേലിന്റെ നടുവിൽ ഒരു ദെബോറ ഉണ്ടായിരുന്നു. അവൾ ഈന്തപ്പനയുടെ ചുവട്ടിൽ മരുഭൂമിയുടെ നടുവിൽ അവൾ ആമേ സ്തോത്രം ഇസ്രായേലിക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്നവൾ, ദൂതറിയിക്കുന്നവൾ, പ്രവാചകിയാണ്. സകലരും അവളുടെ മുമ്പിൽ മുട്ടുമടക്കും, സകലരും അവളുടെ മുമ്പിൽ ഓടിച്ചൊല്ലും. ആമേ നെടുമ്പാട വീടും കരയും, ഞങ്ങൾ പോകണമോ എന്ന് ചോദിച്ച് മുഴങ്കാൽ മുടക്കി സമർപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ നിനക്കെതിരെ നിന്ന ചില വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയം വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിടം മറന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഈ തലമുറയിൽ ഈ വർഷം കഴിയുന്നതിന് മുൻപ് ഞാൻ ചില അഭിഷേകത്തിന് ശുശ്രൂഷകൾ തന്ന ഒരു ദെബോറയെ പോലെ ആമേ ചില മരുഭൂമിയുടെ ഘട്ടത്തിലും ഞാൻ നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ആലോചന പറയുന്നു. ജോമോളെ, ദൈവത്തിന്റെ കരത്തിലേക്ക് നീ ഏൽപ്പിക്കപ്പെട്. പലപ്പോഴും ഈ ഭൂപരപ്പിൽ നീ ഒറ്റപ്പെട്ടു. എനിക്ക് വേണ്ടി പറയുവാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി കരയുവാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ചേർത്തു പിടിക്കാൻ, എന്നെ ഒന്ന് ചേർത്തു പിടിക്കാൻ. നീ കരയേണ്ട കേട്ടോ, നീ വിഷമിക്കേണ്ട കേട്ടോ. ആമേ ഞാൻ നിന്റെ കൂടെ കൊണ്ടെന്ന് പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ആമേൽ ആശ്രയിച്ചവർ പലരും അതേ തനിമയിൽ നിന്നെ ചേർത്തു പിടിക്കാതെ മാറ്റി നിർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ചേർത്തു പിടിക്കും. ഈ നാളുകൾ ഞാൻ നിന്നെ ചേർത്തു പിടിച്ച് കരയേണ്ട എന്ന് പറഞ്ഞ് നിന്റെ കണ്ണുനീർ തുടച്ച് നിനക്ക് ആവശ്യങ്ങളുടെ മധ്യേ ഞാൻ വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. ആമേ കർത്തദാസിയെ, ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ പ്രൈസ് ഇനി എന്തിനാ മുമ്പിലോട്ട്, വേണ്ട ഈ ജീവിതം, പ്രൈസ് ഈ മരുഭൂമി പ്രയാണത്തിൽ ഈ പരുക്കൻ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും മാറിയിരുന്ന് ആമേ കരഞ്ഞ ആമേ ദിനരാത്രികൾ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഇല്ല 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 ഇല്ല, നിന്റെ തലമേൽ ഞാൻ ഒരു പുതിയ അഭിഷേകത്തെ പകർന്ന രാത്രിയാ. നിന്റെ തലമേൽ ഞാൻ ഒരു പുതിയ അഭിഷേകത്തെ പകർന്ന രാത്രിയാ. ആരൊക്കെ നിന്നെ അകറ്റിയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഞാൻ നിന്നെ മാറ്റി നിർത്തത്തില്ല. ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ ഉദരം മുതലേ കണ്ട ദൈവമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന കൈമാറുകയാണ്. കർത്താവ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു ദെബോറയെ പോലെ പുറത്തെടുക്കും. എല്ലായിടവും അടിച്ചമർത്തലാണല്ലേ, എല്ലായിടവും വേദനാജനകമായ അവസ്ഥയാണല്ലേ. ഭാരപ്പെടേണ്ട കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ആമേ കരയുന്ന കണ്ണുനീർ തുരുത്തി ശേഖരിച്ച് തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു സ്വർഗം ഈ രാത്രി നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആമേ അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എത്രയോ ദിനരാത്രികൾ ഉറങ്ങാതെ മയങ്ങാതെ നിങ്ങളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന ദൈവം ഇന്ന് ആമേ രാത്രിയിൽ വിളിച്ചു പറയുന്നു, ഇനിയും ഞാൻ എൻ്റെ പ്രവൃത്തി നീതിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. ആമേ ഏൽപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ദേശത്തിലേക്ക് മടങ്ങുക. പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ദൈവമഹത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ആമേ നാഴിക വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. മടങ്ങി വരാമോ? ആമേ സ്തോത്രം. നടുമുറ്റത്തിറങ്ങി നിൽക്കുന്ന യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, അകത്തി എന്നിട്ട് അവനോട് പറ, നിന്റെ ആയുസ്സിനെ 15 സംവത്സരം ഞാൻ നീട്ടി തന്നിരിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി ആയുസ്സിനെ 15 സംവത്സരം നീട്ടി തന്നു. അടുത്തവനും പറഞ്ഞത്, ഒരു അത്തിപ്പഴക്കട്ടയെടുത്ത് ആ പരുവിന്റെ മേലൊന്ന് പുരട്ടിയാൽ ഈ
പരു ഇന്ന് ഈ സമയത്ത് നിന്നെ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ കൊന്നുകളയത്തില്ല, അത് നിന്നെ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ കൊന്നുകളയത്തില്ല, അത് നിന്നെ വിട്ടുമാറും. ഇന്ന് ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ കൊന്നുകളയത്തില്ല, അത് നിന്നെ വിട്ടുമാറും. ജെസ്സി കർത്തദാസിയെ, അത് നിന്നെ തകർക്കാനുള്ള വേദനയല്ല. ജെസ്സി കർത്തദാസിയെ, അത് നിന്നെ തകർക്കാനുള്ള വേദനയല്ല, നിന്നെ പണിത് പുറത്തെടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ പണിത് പുറത്തു കൊണ്ടുവരാൻ ജെസ്സി സിസ്റ്ററെ ദൈവത്തിന് ആമേ പകൽക്കാലം കർത്താവിന്റെ പദ്ധതിയാ. ആമേ, നിനക്ക് വന്ന വേദനയുണ്ടല്ലോ, നിന്നെ നശിപ്പിച്ചു കളയാനല്ല. ആമേ, സ്തോത്രം. ആമേ, ആ വേദന നിന്നെ ഒതുക്കിക്കളയാൻ വേണ്ടിയുള്ളതല്ല. ആ വേദന നിന്നെ പുറത്തു കൊണ്ടുവന്ന് അനേകർക്ക് ആമേ, സ്തോത്ര, ഒരു മിനിസമുള്ള ആശ്വാസപ്രദമായ ചില വാക്കുകൾ പറയുവാനാ തമ്പുരാൻ നിങ്ങളെ കുറിച്ച് ആമേൻ ആഗ്രഹിക്കുന്നത്. ആരൊക്കെ നിങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചാലും കർത്താവ് പറയുക, ഇല്ല 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 ഇല്ല, ആ വേദന നിന്നെ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ ആയുസ്സിനെ ഞാൻ ദീർഘമാക്കുവാൻ വേണ്ടിയാ. ആമേ, സ്തോത്രം. നിന്റെ ആയുസ്സിനെ ഞാൻ ദീർഘമാക്കുവാൻ വേണ്ടിയാ. ജെസ്സി കർത്തദാസിയെ, നിന്റെ ആയുസ്സിനെ ഞാൻ ദീർഘമാക്കുവാൻ വേണ്ടിയാ. ആത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ആവർത്തിച്ചു പറയുന്നു, നിന്റെ ആയുസ്സിനെ ഞാൻ ദീർഘമാക്കുവാൻ തന്നെയാ ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ക്ഷീണങ്ങൾ, ഇപ്പോൾ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, ഇപ്പോൾ അനുഭവിക്കുന്ന ചില ഭാരങ്ങൾ അത് നിന്നെ തകർക്കുവാൻ വേണ്ടിയല്ല. നിന്നെ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആമേ കർത്തദാസി, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ അത് നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയല്ല, നിങ്ങളെ പണിത് പുറത്തെടുക്കുവാൻ വേണ്ടിയാ. എന്തോ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നത്, നിങ്ങളെ പണിത് പുറത്തെടുക്കുവാൻ വേണ്ടിയാ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി നിൽക്കുക. എന്തിനെന്നറിയാമോ? നിങ്ങളെ പണിത് പുറത്തെടുക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ഹിസ്കിയാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തു 15 സംവത്സരം, 15 വർഷം കൂടെ നീട്ടി. ആമേൻ, 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 ആമേൻ. മരണം ഒരു വേട്ടപ്പക്ഷിയെ പോലെ പിന്തുടരുന്ന ചിലര് ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. മരണം ഒരു വേട്ടപ്പക്ഷിയെ പോലെ പിന്തുടരുന്ന ചില വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുന്നത് മരണത്തെ ജയിച്ചവന്റെ ആത്മാവാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്ത് കരമടിച്ച് ദൈവത്തിന് സ്വീകരിച്ചോ. ആത്മാവ് അങ്ങനെ ഇടപെടുന്നു. ചില മരണക്കെണികൾ മാറുകയാണ്. ബാബു കർത്താവിന്റെ അഭിഷേകത്തിന് ഒരു മരണക്കെടി മാറാൻ പോയ കുടുംബത്തിനകത്ത് നിന്ന് റിബലബ ശമന അംദനെ രിഗൽഖന ജൂഡബരം ധുനി അംദൽക്കബനബരഗദ ശബനബരഗദുനി. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ചില കുടുംബത്തിലേക്ക് ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് എത്ര പേർ ഈ രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ആമേ, ചില മരണങ്ങൾ മാറുകയാ. ചില പൈശാചിക മണ്ഡലങ്ങൾ മാറുകയാ. ചില പൈശാചിക കോട്ടകൾ ഇടിയുകയാ. ഇന്ന് രാത്രി ദൈവമഹത്വം വെളിപ്പെടുകയാ. ആമേ, എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ബാബു ബ്രദറെ പറഞ്ഞു, എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. എന്റെ കർത്താവ് അതിശയങ്ങളുടെ ദൈവമാ. അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. ആമേ, എന്റെ കർത്താവ് അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലൂടെ പറയുന്നത്, ആമേൻ, അവന് 15 വർഷം കൂടെ കർത്താവ് കൂട്ടി. ഇത് കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവൻ ആളെ വിട്ടൊരു അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് ആ പരുവിലേക്ക് അങ്ങ് പുരട്ടിയ ശേഷം അത്ഭുതകരമായ വിടുതൽ അവന്റെ ശരീരത്തിൽ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. രാജാവല്ലേ, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അതുപോലെ രാജാവല്ലേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വരത്തില്ലേ? എല്ലാവരും വരും. പല കൊട്ടാരത്തിൽ നിന്നും പല രാജാക്കന്മാരും, കൗൺസിലർ മുതൽ മറ്റെല്ലാ മന്ത്രിമാരും, എല്ലാ MLA-മാരും അല്ലേ, എല്ലാവരും വന്ന് കണ്ടു. കണ്ടപ്പോ നമ്മുടെ സാറിന്റെ കാലൊന്ന് പൊങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാറിന്റെ കാലെന്ത് ചെയ്തു? പൊങ്ങി. എല്ലാവരും കാണാമെന്നല്ലോ. പക്ഷേ അവിടെ കാണാൻ അവന്റെ മരണം കാത്തിരിക്കുന്ന ബാബിലോണിൽ നിന്നും ആൾക്കാർ വന്നു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. എല്ലാവരും വരുമ്പോഴേ കർത്തദാസിയെ, അനു സിസ്റ്ററെ, അനു കർത്തദാസിയെ, എല്ലാവരും വരുമ്പോഴേ വീട്ടിനകത്തുനിന്ന് കൊണ്ട് ഇരുത്തിക്കളയരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനു കർത്തദാസി, അനു വർഗീസ് അല്ലേ, അനു കർത്തദാസി അല്ലേ? അതെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വരുമ്പോഴേ വീട്ടിനകത്തളങ്ങളിൽ കൊണ്ടിരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും വരുമ്പോ വീട്ടിനകത്ത് കൊണ്ടിരുത്തരുത്. എല്ലാവരും വരുമ്പോ കൈ കൊടുക്കരുത്. എല്ലാവരോടും സ്തോത്രം പറയരുത്. പറയേണ്ടവനോടെ പറയാവൂ. സ്തോത്രം പറഞ്ഞേ, പറയേണ്ടവനോടെ പറയാവൂ. ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തമായി പറയുന്നു, ചില നഷ്ടങ്ങളും ചില ഞെരുക്കങ്ങളും
ചില ഭാരങ്ങളും ചില ഒറ്റപ്പെടലുകളും പ്രൈസ് ദി ലോർഡ് ചില വേർതിരിപ്പുകളും വന്നത് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായി 2024-25 അനു കർത്തദാസിയെ ദൈവം നിങ്ങളെ കൊണ്ടുവരികയല്ല. വിശാല മനസ്സാ, ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മനസ്സാ. പക്ഷെ എവിടേക്കോ ചതിക്കുഴികൾ തനിക്കെതിരെ കടന്നു വന്നു. കേട്ടോ, ഹല്ലേലൂയ. നിങ്ങളെ ഉയർച്ച കണ്ട് കണ്ടുവന്നവരൊന്നും അല്ല, നിങ്ങളെ തകർത്ത് തരിപ്പണാക്കാൻ വന്നവരാ. ഹല്ലേലൂയ. ബാബിലോൺ സാമ്രാജ്യം ആരാ? വിഗ്രഹങ്ങൾ വച്ച് ആരാധിക്കുന്ന വിഗ്രഹ സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് ബാബിലോൺ സാമ്രാജ്യം വന്നത്. ബാബിലോണിൽ വലിയ വിഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് രാജാക്കന്മാരെല്ലാം കടന്നു വന്നു. ഹിസ്കിയാവിനോട് അടുത്തു വന്നു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന് സന്തോഷമല്ലേ? അല്ലെ, സൗഖ്യമാകുമ്പോ ആയുസ് നീട്ടി കിട്ടുമ്പോൾ സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഭയങ്കര സന്തോഷമാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അനുസിസ്റ്ററെ അവൻ കൊണ്ടുവന്ന് കിച്ചൺ കാണിച്ചു കൊടുത്തു. ആഹാ, നല്ല കിച്ചൺ, നല്ല ഗ്യാസ് സ്റ്റൗ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം കാണിച്ചു കൊടുത്തു. വിഭവങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. നേരെ കൊണ്ടുപോയി അടുത്ത മുറിക്കകത്തെല്ലാം കൊണ്ടുപോയിട്ട് ആ റൂമുകളെല്ലാം കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാ റൂമുകളും കാണിച്ചു കൊടുത്തു. സ്തോത്രം. എന്നാൽ തുറക്കപ്പെടാത്ത 2 റൂം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതില് ഒരു റൂമിനകത്ത് നല്ല ആരോഗ്യവും സൗന്ദര്യവും യുദ്ധസമർത്ഥന്മാരായ 17-നും 21 വയസ്സിനകത്തുള്ള ബാലന്മാരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു റൂമുണ്ട്. ആ റൂമിനകത്ത് പ്രൈസ് ദി ലോർഡ് നല്ല സൗന്ദര്യമുള്ള സ്തോത്രം നല്ല സമർത്ഥമാരായ പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ 2 റൂമും തുറന്ന് കാണിച്ചു കൊടുത്തു. തീർന്നില്ല. അടുത്ത 3-മത് ആലയം മൊത്തം തുറന്ന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വന്ന് നിൽക്കുന്നത് ആരെന്നറിയാമോ? ബാബിലോണിൽ നിന്ന് വന്ന ഒരു വലിയ സൈന്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് പലരും ഇരിപ്പുണ്ട്. പലരെയും കൊണ്ട് ബെഡ്റൂമിൽ സൽക്കരിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, അവിടെ നിന്റെ പരാജയം തുടങ്ങി. എന്തോ ദൈവാത്മാവ് ചില വ്യക്തികളോട് പേരെടുത്തു പറയാൻ പറയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരേണ്ട എന്താ? നമ്മുടെ വീട്ടിൽ ഒരു സിറ്റ് ഔട്ട് വെച്ചിരിക്കുന്നത് അറിയാമോ? എന്തിനാ? ചെരിപ്പിടാനാണോ? പട്ടിക്ക് കിടക്കാനാണോ? ഹലോ, പോയോ? എന്റെ കൂടെ ഉണ്ടോ? ഹലോ, അച്ഛാ, സിറ്റ് ഔട്ട് ഇല്ലാത്ത വീട് വേണ്ട. സ്തോത്രം. ഹലോ, അമ്മാമ്മേ പോയോ? എല്ലാവരും പോയോ? ആരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാ സിറ്റ് ഔട്ട്? അവിടെ 2 കസേര ഇട്ടിരിക്കുന്നത്. ഒരു ടീപ്പോയ്ക്ക് പുറത്തൊരു പത്രം. എന്തിനായിട്ടിരിക്കുന്നത് അറിയാമോ? എന്തിനായിട്ടിരിക്കുന്നത്? അവിടെ ഇരുത്താൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നേരെ വിളിച്ച് ബെഡ്റൂമിനകത്ത് കൊണ്ട് നീ കിടക്കുന്ന ബെഡ്റൂമിനകത്ത് ബെഡിലിരുത്താൻ വേണ്ടിയല്ല. സ്തോത്രം. അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതെന്റെ ചങ്ക, അതെന്റെ പൊന്ന, അതെന്റെ അവരാ ഇവരാ എന്ന് പറഞ്ഞിരിക്കുന്ന പലതിനും തപ്പുപറ്റിയിരിക്കുക. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുക, സ്തോത്രം, നിർത്തേണ്ടതിനെ അതിരിട്ട് നിർത്തേണ്ട ഭാഗത്ത് നിർത്തിയാൽ പലതും അപകരിച്ചുകൊണ്ട് പോകത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് പലതിനെ നോക്കി ഇന്ന് രാത്രി ദൂത് പറയുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അയ്യോ, അത് ആരാടിയോ വന്നത്? അത് ആരാ മോളെ വന്നത്? അത് എൻ്റെ കൂടെ 10ാം ക്ലാസ് മുതലേ ഞങ്ങൾ കോളേജിൽ PG എടുത്തവരെ പഠിച്ചതാ. അവരങ്ങ് സിറ്റൗട്ടിൽ ഇരുത്താൻ പറ്റില്ല, എൻ്റെ ബെഡ്റൂമിലെ ബെറ്റിലേ ഇരുത്താൻ പറ്റൂ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് അറിയിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, ഇന്ന് ഈ സമയത്തൊന്ന് ഒന്ന് ബാക്കിലോട്ടൊന്ന് വന്നേ. നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഈ സ്തോത്രം 21ാമത്തെ ദിവസമല്ലേ ഇന്ന്? ഈ 21 ഒന്ന് ബാക്കിലോട്ട് ഒന്ന് വന്നേ. ഒരു 5-6 വർഷം 7 വർഷം ഒന്ന് ബാക്കിലോട്ട് ഒന്ന് വന്നേ. പ്രൈസ് ദി ലോർഡ്. ഇതെത്ര? 2024, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10. ഒന്ന് എണ്ണിക്കേ ബാക്കിലോട്ട്. അത് പറ്റില്ല പാസ്റ്റേ. ബാക്കിലോട്ട് നടക്കാൻ പറ്റില്ല, ബാക്കിലോട്ട് എണ്ണാൻ പറ്റില്ല, ബാക്കിലോട്ട് സംസാരിക്കാൻ പറ്റും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്.
ആലോചന കൈമാറിക്കൊണ്ടിരിക്കുക. ആരും മിണ്ടുന്നില്ലല്ലോ, എന്താ ആരും മിണ്ടാത്തതെന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവം, നിങ്ങളോട് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. വെളിയിലുള്ള ആരോടുമല്ല. നാളെ ഈ മീറ്റിംഗ് യൂട്യൂബിലേക്ക് വരും, ഇത് ലൈവാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ല എന്ന് രാത്രി നിങ്ങൾ മിണ്ടട്ടെ, നിങ്ങൾ സംസാരിക്ക്. ആമേൻ. നിങ്ങൾ ബേക്കിലോട്ടിറങ്ങ്. നിർത്തേണ്ട ഭാഗത്ത് നിർത്തിയില്ലെങ്കിൽ പലതും ഇടിച്ചു പൊളിക്കാൻ ശത്രു പദ്ധതി ഇട്ടിരിക്കുന്നത്. ദൈവാത്മാവ് ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ബാബിലോണിൽ നിന്ന് വന്നപ്പോ സകല ഉപകരണങ്ങളും, സ്പൂണ് മുതൽ കെണ്ടി, വിളക്ക്, കുത്തുവിളക്ക്, കവരവിളക്ക്, ആട്ടവിളക്ക് തുടങ്ങിയ കുത്തുപോണി, അണ്ടാവ്, ആമേൻ, അകത്തു വെച്ച സ്വർണ്ണ കുക്കർ, എന്തിന് സ്വർണ്ണ തവ, സ്വർണ്ണ സ്പൂണ്, സ്വർണ്ണ ചൂല്, സ്വർണ്ണ നമ്മാട്ടി, ആമേ തൂമ്പ, പിക്കാസ്, ആമേ അരിവാള് എല്ലാം കാണിച്ചു കൊടുത്തു. പോയി വന്ദനം പറഞ്ഞ് പോയിട്ട് രാത്രി ഒരു വരവ് വന്നു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേ. കുതിരയുടെ കുളമ്പടിനാദം മുഴങ്ങിയപ്പോൾ മനസ്സിലായി സകലതും ഇടിച്ചു പൊളിച്ച സകലത്തെയും അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയി. പോയ വഴിയിൽ ആദ്യം ഒരു ഗ്രൂപ്പിനെ വിട്ട് ആരോഗ്യമുള്ള പിള്ളാരെ പിടിച്ചു. അതിനാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ് 4 പിള്ളാരാ. അതിനകത്ത് യുദ്ധ സമർത്ഥന്മാരും പ്രാർത്ഥന വീരന്മാരെയും തപ്പിപ്പിടിച്ചു കൊണ്ടുപോയി. നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് നേരെ എവിടെയൊക്കെയോ തീയമ്പുകൾ ഉയരുന്നു. ശമനപരകതുനി വൈഡകരകതനാകര. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ഒരായുധവും വരത്തില്ല. കാരണം ദൈവം നിന്റെ കുടുംബത്തിൽ ഇന്ന് രാത്രിയിൽ ഒരത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് ദൈവാത്മാവെന്നെ ഇന്ന് രാത്രി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നത് പിടിച്ചുകൊണ്ടുപോയെങ്കിലും അതിനകത്തുനിന്ന് ഒരു വലിയ ഡെർബലൻസ് ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാ. സ്തോത്രം പറ, സ്തോത്രം പറ. നെഹമ്യാവ് അതിനകത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആമേൻ, ഞാൻ ഉപവസിച്ച് കുറെ നാൾ കരഞ്ഞ്. ഹല്ലേലൂയ. സുനി എന്ന ഡിവേഴ്സിയിരിക്കുന്ന കർത്താവിന്റെ ആമേൻ കുടുംബത്തോട് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു. സുനി ബേബി, അത് ബിനോയിയോ, സുനി എന്ന് പറയുന്ന ഡിവേഴ്സിരിക്കുന്ന അത് 2 പേര്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് ആ കുടുംബത്തോട് വിളിച്ചു പറയുന്നു. ശത്രു പിടിച്ചു കൊണ്ടുപോയ പലതും തിരിച്ചു കൊണ്ടുവരുന്ന നാഴിക വിദൂരമല്ല കേട്ടോ. ശത്രു പിടിച്ചു കൊണ്ടുപോയത്, അപകരിച്ചു കൊണ്ടുപോയത്, പിടിച്ചു വച്ചിരിക്കുന്നത് വിട്ടുതരുന്ന നാഴിക വിദൂരമല്ല. ഈ നാളുകളിൽ പ്രാർത്ഥിച്ച് മുൻപിലോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു ഉപവാസത്തിന്റെ ശ്രുതി അതിനകത്ത് ഉയരട്ടെ. ഒരു ഉപവാസത്തിന്റെ മേശ അതിനകത്ത് ഉയരട്ടെ. ഒരു കണ്ണുനീരിന്റെ ദിവസങ്ങളായിരിക്കട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്തു. ആമേൻ. ശേഷിക്കുന്ന ദിവസങ്ങൾ ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആമേൻ മുൻപിലോട്ട് ചില തീരുമാനത്തിലേക്ക് വരുമെങ്കിൽ ആമേൻ കുടുംബത്തെ ദൈവം ചില വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി ദൈവാത്മാവിനോട് അറിയിക്കാൻ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നോയി കർത്താസിയെ. യിരെമ്യാവിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം കർത്താസി നിങ്ങൾ വായിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 1 മുതൽ 3 വരെയുള്ള വാക്യം നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ദൂത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ ഉറച്ച് ഈ നാളുകളിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ആമേൻ ഉപവാസത്തിലും മുൻപിലോട്ട് വരുമെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്വർഗം ഇന്ന് ഈ വൈകിയ വേളയിൽ കുടുംബത്തിനകത്ത് ആമേ കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. അത് മാത്രവുമല്ല, ദൈവാത്മ പറയുന്നത് ചില അകന്നു നിൽക്കുന്ന പലതിനെയും ഒന്നിപ്പിക്കുന്ന വർഷമെന്നും ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. അകന്നു നിൽക്കുന്ന ആമേ ചില ബന്ധങ്ങളെ, ഉടബലരഗത ശമനപരഗതുനി, അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ ദൈവാത്മാവ് ഈ നാളുകളിൽ ആമേൻ ഒരുമിച്ച് നിർത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. സ്തോത്രം. കണ്ടോ, ഇവിടെ പറഞ്ഞത് കണ്ടോ, ഇവരെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നടുമുറ്റത്ത് നിന്ന യെശയ്യാപ്രവാചകൻ ഹിസ്കിയാവിന്റെ വീട്ടിനകത്തിരുന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യത്തെ ക്രമത്തിലാക്കിയില്ലെങ്കിൽ നീ മരിച്ചു പോകും. അവൾ കരഞ്ഞ് നിലവിളിച്ച് മുൻപിലോട്ട് വന്നപ്പോൾ നടുമുറ്റത്ത് ഇറങ്ങി ആമേൻ പോകുന്ന വഴിക്ക് യെശയ്യാവിനോട് ദൈവം പറഞ്ഞു,
അകത്തുപോയി ഒന്നുകൂടെ പറ, നിന്റെ ആയുസ്സിനെ ഞാൻ ദീർഘമാക്കിയിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. കേൾക്കണമേ, 2 പ്രാവശ്യം പ്രവാചകൻ അവിടെ വന്നു. ഇനി ഇതാ വരുന്നു 3ാമത്തെ പ്രാവശ്യം അതേ പ്രവാചകൻ അതേ സ്ഥലത്ത് വന്നു. സ്തോത്രം പറഞ്ഞില്ലല്ലോ, പ്രൈസ് ദി ലോർഡ്. അതേ സ്ഥലത്തെ യശയ്യാപ്രവാചകന് ദൈവം അയച്ചു. വന്നിട്ട് പറയുക, ആമേൻ, നീ ആലയം മൊത്തം കാണിച്ചു കൊടുത്തല്ലേ, കള്ളം പറയണ്ട, ഇതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുക. ഇന്ന് വൈകിയ വേളയിൽ കള്ളം പറയേണ്ട, സകലവും ഞാൻ അറിഞ്ഞിരിക്കുക. ശബലപരഗതുനി അതുരകരഗതന വൈഡകരാജകൽക്കനാദി. അതെ, പ്രൈസ് ദി ലോർഡ്, കള്ളം പറയേണ്ട. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവ് തന്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പേടിച്ച് പരവശനായി നിൽക്കോ പറയുക, ഇതിന് ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിന് ദൈവം നിന്നോട് കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന അതേ രാത്രിയിൽ ബാബിലോൺ സാമ്രാജ്യം മുഴുവനും പടത്തലവന്മാരും പടക്കളവും അവനിരുന്ന കൊട്ടാരവും ആലയവും സകലതും അടിച്ചു തകർത്തു. ഹല്ലേലൂയ. അവിടുത്തെ പിള്ളാരെയും പ്രാർത്ഥിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും സകലത്തെയും പിടിച്ചുകൊണ്ടുപോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിന്റെ ചരിത്രം. ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴാണ് നെഹമ്യാവിനെ ദൈവം തട്ടി ഉണർത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ നേരെ അനുസിസ്റ്ററേക്ക് ദൈവാത്മാ പിന്നെയും കൊണ്ടുവരികയാ. അനുസിസ്റ്ററെ, ഞാൻ പിന്നെയും നിങ്ങളുടെ അടുത്ത് വരികയാ കേട്ടോ. എന്തോ ദൈവാത്മാവ് പിന്നെയും നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവരികയാ. പരിശുദ്ധാത്മ പറയുക, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിനെ തമ്പുരാൻ പിന്നെ എണീപ്പിച്ച കാര്യമുണ്ടല്ലോ, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ആമേൻ ഉണ്ട് എന്ന് നെഹമ്യാവിന് അരുളപ്പാട് ലഭിച്ചു. ഇന്ന് രാത്രി ആ അരുളപ്പാട് അനുസിസ്റ്റന്റെ കുടുംബത്തിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തെറ്റി നിൽക്കുന്ന, ഒഴിഞ്ഞു നിൽക്കുന്ന ചില ശേഷിപ്പുകൾ, ഉടബലരഗത ശബനപരഗതുനി അതുരകരഗതനാകര ശംഭവാരികൽക്കനാദി, തെറ്റി നിൽക്കുന്ന ചില ശേഷിപ്പുകൾ കർത്തദാസിയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ചില ശേഷിപ്പുകൾ കുടുംബത്തിലേക്ക് ദൈവാത്മാവ് അയക്കപ്പെടുകയാ. ചില ശേഷിപ്പുകൾ ദൈവാത്മാവിന്റെ പ്രവൃത്തിയിൽ കുടുംബത്തിനകത്തേക്ക് ദൈവാത്മാവ് അയക്കുന്ന സമയം വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, ചില തടങ്കൽ പാറകൾ, ഓ റിബലബ ശബനപരഗതുനി അതുരകരഗതന ജൂഡപരം ധനാകര. ഹല്ലേലൂയ. യോപ്പയിലിരിക്കുന്ന പ്രാർത്ഥിച്ച പത്രോസിനെ അവിടുന്ന് ദൂതന്മാരെ അയച്ച് അവിടുന്ന് അവനെ കൊണ്ടുപോയി തബീത എന്ന കർത്തദാസിയുടെ അടുത്ത് കൊണ്ടു ചെന്നു. അപ്പോ തബീത മരിച്ചു കിടക്കുന്ന തബീതയുടെ അടുത്ത് നിന്നുകൊണ്ട് വിലാപ പാട്ടുകൾ പാടുന്ന, കരയുന്ന കുറെ സാധു സഹോദരിമാരെ അവിടെ കണ്ടു. പത്രോസ് അവരെല്ലാം അവിടെ നിന്ന് പുറത്താക്കിയിട്ട് തബീതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഹേ തബീതേ, നീ എണീക്ക. ഇന്ന് പകൽക്കാലം അതേ ഒരു ദൈവാത്മാവിന്റെ സ്പർശനം, അതേ ദൈവാത്മാവ് അനുസിസ്റ്ററോട് ദൈവം പറയുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന പോലെ ഒരു എണീപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാഴികയിൽ ഉണ്ട്. നിങ്ങൾ മരിച്ചു മൺമറയേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ വൈകിയ സമയത്ത് ദൂത് പറയുന്നു. ചില പ്രവാചകന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ നിങ്ങളുടെ ഭവനത്തിലേക്ക് കാൽ വെച്ചപ്പോൾ മരണത്തിന്റെ കെണികളെ മാറ്റി, ചില തടങ്കൽ പാറകളെ നീക്കി, ചില നിയമത്തിന്റെ തുറുങ്കിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്ന അരുമരക്ഷകനായ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം കൊടുക്ക. നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. വിശുദ്ധയെ നിങ്ങൾ ഒത്തിരി തകർന്നവര് കർത്തദാസിയ, നിങ്ങൾ ഒത്തിരി തകർന്നവരാ. ഭവനത്തിൽ നിങ്ങൾ തകർന്നവരാ. പോയി നിന്ന ഭവനത്തിൽ നിങ്ങൾ തകർന്നവരാ. ഇപ്പോഴും നിങ്ങൾ ഏറെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും എന്നോട് പറയുന്നു, ഭാരപ്പെടണ്ട, ഒരു പത്രോസ് തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭവനത്തിൽ. കയറി വരുവാൻ
നിങ്ങളെ പൊക്കി പുറത്തെടുക്കുവാൻ, ആമേ പുതിയ എണ്ണ തേപ്പിക്കുവാൻ, ആമേ സ്തോത്രം, ആ തബീതെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവശക്തി ഇന്ന് രാത്രിയും നിങ്ങളുടെ ശരീരത്തിൽ ദൈവാത്മാവ്, ആമേ സ്തോത്രം, അയച്ചുകൊണ്ടിരിക്കുക. തലമുടികൾ, കൊഴിഞ്ഞുപോയ തലമുടികൾ, ആമേൽ മുറിഞ്ഞുപോയ തലമുടികൾ, ആമേ ശരീര ആസനം, ആമേ തകർന്നുപോയ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവദാസിയെ ദൈവാത്മാവ് പിന്നെയും ദൈവാത്മാവ് പറയുന്നത് അവനോ ഈ ദിവസങ്ങളിൽ ആമേ തീരുമാനങ്ങളും ആമേ പ്രാർത്ഥനകളും അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധം പോലെ ആയിരിക്കട്ടെ എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ നാളുകളായി. ഓ പ്രൈസ് ദി ലോർഡ്, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ആമേ എന്റെ കണ്ണിലേക്ക് നോക്കി നീ കരയേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആമേ ഞാൻ ഇങ്ങനെ തകർന്നു പോകത്തില്ലായിരുന്നു. ഞാനിപ്പോ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആമേ ഇതൊരു റബ്ബർ സ്റ്റാമ്പ് പോലെ ആമേ ഇരിക്കുന്ന ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. എന്റെ അകത്തളമെല്ലാം രോഗത്തിന്റെ ശക്തികളും പ്രാണസങ്കടത്തോടും കരച്ചിലോടും വിലാപത്തോടും ആയിരിക്കുന്ന എന്റെ മനസ്സിനെ തണുപ്പിക്കാൻ ഒരു വാക്ക്, ആരെല്ലാം പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ ഒരാളും ആമേ മുമ്പിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചും അതിൽ നിന്നും കിട്ടാതെ ഒരൊറ്റ സ്നേഹത്തിനായി കർത്താവിന്റെ പാദപിടത്തിൽ ഓടി അണഞ്ഞ തബീതെ പോലെ ഈ ദിവസങ്ങളിൽ ഓടി അണയുന്ന കർത്താവിന്റെ അഭിഷേകത്തെ സ്വർഗം പറയുന്നു. ഒരു അപ്പോസ്തലനായ പത്രോസ് ഭവനത്തിനകത്ത് കടൽ കടന്ന് ആമേ ഭവനത്തിനകത്ത് കാൽ ചവിട്ടുന്ന നാഴിക വിദൂരമല്ല. കടൽ കടന്നൊരുത്തൻ നിന്റെ ഭവനത്തിലേക്ക് നടന്നു വരുന്നുണ്ട്. നിന്റെ ഭവനത്തിൽ കടൽ കടന്നൊരുത്തൻ നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അവൻ നിന്നെ വീണ്ടെടുപ്പുകാരനാണ്, രക്തം കൊടുത്തവനാണ്, നിന്നെ വിലയ്ക്ക് വാങ്ങിയവനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആമേൻ സ്തോത്രം. രാത്രി ദൈവത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? ഒന്നപ്പാ, എന്നെ ഈ 19ാമത്തെ രാത്രി നീ എന്നെ തൊടണമേ എന്ന് മാറത്തടിക്കാൻ പറ്റുമോ? നമ്മൾ ഇരിക്കുന്നത് ആമേൻ ആരോഗ്യമില്ലാത്തവന്റെ അടുത്തല്ല, ആമേ പിടിച്ചെണീപ്പിക്കാൻ കഴിവില്ലാത്തവന്റെ അടുത്തല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മെ പുറത്തെടുക്കുന്നവന്റെ അടുത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാ. ഇന്ന് വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബത്തെ നോക്കി ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ നീ അനുഭവിക്കാത്ത ഒരു ആത്മസാന്നിധ്യം കുഞ്ഞുമോൾ അമ്മയെ ദൈവാത്മാവ്, കുഞ്ഞുമോളെന്ന അമ്മയുണ്ടല്ലോ, അതേ അമ്മ, ആമേൻ, ദൈവാത്മാവ് അമ്മയോടൊന്ന് രാത്രി സംസാരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അമ്മയോടൊന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാ. അമ്മയെ പരിശുദ്ധാത്മാവെന്ന് രാത്രി പറയുന്നു, ഏറെ നാളുകൾ പ്രാർത്ഥിച്ചില്ലേ, ആമേ താമേ, ഏറെ നാളുകൾ കാത്തിരുന്നില്ലേ, എന്നാൽ ഒരു ചിറകടിയുടെ ശബ്ദം ആ ചെവിയിൽ മുഴങ്ങുന്നുണ്ടോ ഇന്ന് രാത്രി? ഒരു ചിറകടിയുടെ ശബ്ദം, ഒരു പക്ഷിയുടെ ചിറകടിയുടെ ശബ്ദം മാത്രമല്ല, ഒരു കഴുകന്റെ ചിറകടിയുടെ ശബ്ദം അതെ ആ ചെവിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് മുഴങ്ങുന്നുണ്ട്. ആമേ സ്തോത്രം. കുറുകി ഞെരങ്ങും കുറുമ്പ്രാവേ നിൻ ഇണവരാൻ കാലമായെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ അമ്മ കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞു. പലർക്കു വേണ്ടി മധ്യസ്ഥാനച്ചു, പലർക്കു വേണ്ടി ഇടിവിൽ നിന്നു. ആമേ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ ആലോചന പറയാൻ പറയുന്നു. ഹല്ലേലൂയ. അതിനൊക്കെ ഒരു സമാപ്തിയുടെ ദിവസമെന്ന് സ്വർഗം ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. ആമേൻ. ഞാൻ ആരോഗ്യം തരും, കാഴ്ചശക്തി വർദ്ധിപ്പിക്കും, കേൾവി വർദ്ധിപ്പിക്കും. ആമേൻ. ആഹാരം കഴിക്കുന്നത് അതാത് സമയത്ത് ദഹിച്ച് അടുത്ത ഭക്ഷണം കഴിപ്പാനുള്ള ഒരു വാഞ്ച ഞാൻ തരുമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചന അമ്മയോട് പറയുക. ആമേൻ സ്തോത്രം. ബലപ്പെടുക, ബലപ്പെടുക. മനുഷ്യ വാക്ക് കേട്ട് ക്ഷീണിച്ചിരിക്കണ്ട. ബലപ്പെടുക, ബലപ്പെടുക. ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ.
ആമേൻ സ്തോത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സാലി എന്ന കർത്താവിന്റെ ദാസിയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ആമേൻ സാലി എന്ന കർത്താവിന്റെ ദാസി ശക്തമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കേട്ടോ. ദൈവാത്മാവിന്റെ പ്രവൃത്തി കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുവാനുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ സാലി എന്ന കർത്താവിന്റെ ആമേൻ ദാനിയേൽ അല്ലേ, പ്രൈസ് ദി ലോർഡ്, ആ കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒരു 7 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിട്ടുപോയ തകർന്ന ഉപവാസങ്ങൾ വീണ്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഇരിക്കണം 7 ദിവസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ മുതലെങ്കിൽ നാളെ മുതൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നോ. 7 ദിനം കഴിയുന്നതിന് മുൻപ് ദൈവം ചില അത്ഭുതങ്ങൾ കുടുംബത്തിൽ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേതായിരിക്കണം ഉപവാസം? യെശയ്യാ 58 പറയുന്നത് നുകത്തിന്റെ അമ്മിക്കയറുകളെ തകർക്കുന്ന ഉപവാസമായിരിക്കണം. ഹല്ലേലൂയ. നുകത്തിന്റെ അമ്മിക്കയറുകളെ തകർക്കുന്ന ഉപവാസമായിരുന്നാൽ ഒരു വലിയ ദൈവപ്രവൃത്തി നാളുകളിൽ കുടുംബതലങ്ങളിൽ വെളിപ്പെടും. എൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറായി മുമ്പിലോട്ട് വരണം കേട്ടോ. ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് മുമ്പിലോട്ട് വരണം. എൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ ഞാൻ ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമെന്ന് ഈ ദിവസങ്ങളിൽ കർത്തദാസി നിങ്ങൾ അറിയാൻ പോകുക. പ്രാർത്ഥിച്ചോ. എല്ലാ കണ്ണുകളും അടയ്ക്കാം.